ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത് സെൽഫ് എടുക്കാനുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കാണിച്ചത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചത്. നമ്മൾ പുതിയ ബാറ്ററി ഒക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കിയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇത് വണ്ടിയിൽ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ വോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. തീരെ ചാർജ് ഇല്ല ബാറ്ററിക്ക്. അതിൻ്റെ വോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ 6.71 6.9 ആ ലെവലിലേക്കാണ് കാണിക്കുന്നത്. നമുക്കൊരു 8ൻ്റെ താഴെ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി പിന്നെ ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആ ബാറ്ററി മാറ്റിക്കഴിഞ്ഞാലാണ് ആ സ്റ്റാർട്ടിങ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ ഈ BS6 മോഡലായതുകൊണ്ട് ബാറ്ററി എപ്പോഴും ഫുൾ കണ്ടീഷൻ ആയിരിക്കണം. ഈ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ ബേസ് ചെയ്തിട്ടാണ് സെൻസറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫിൻ്റെ കാര്യം ക്ലിയർ ആവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കിക്കറിൻ്റെ ചെക്കപ്പൊക്കെ പറഞ്ഞാൽ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ കിക്കർ താഴ്ന്നു കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിക്കറിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. അതിന് ക്ലിയർ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലും മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിലും മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. നമ്മളത് തൽക്കാലം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലാക്ക് ആക്കി റിട്ടേൺ പോകുന്നുണ്ട്. ഇതിന് നമുക്ക് വരുന്ന 2 കേബിളാണ് വരുന്നത്. അപ്പോൾ ഇനിയും ടൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റിക്കളയേണ്ടി വരും കേട്ടോ. അതെ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാറ്ററി, എഞ്ചിൻ ഓയിൽ, അതുപോലെ കിക്ക് റേറ്റ്, ഗ്രീസിങ് എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.